അഞ്ചു വിളക്കിൻ്റെ നാട്ടിൽ പഞ്ചാക്ഷരി മന്ത്ര മഹിമയോതി ജഗത് നായകനായ ഭഗവാൻ പരമശിവനും വിഘ്നേശ്വരനായ ഗണേശനും ഭക്തർക്ക് തുല്യപ്രാധാന്യം നൽകുന്ന വാഴപ്പള്ളി മഹാദേവ ക്ഷേത്രം. ഭക്തരുടെ പ്രാർത്ഥനകൾ ഒരുപോലെ കൈക്കൊള്ളുന്ന ദേവതാഗണങ്ങൾ കുടികൊള്ളുന്ന ഇടം. വാഴപ്പള്ളിയിലെ ആ ദിവ്യദർശന കേന്ദ്രത്തിലേക്ക്, അവിടുത്തെ കാഴ്ചകളിലേക്ക് നമുക്കൊന്ന് സഞ്ചരിക്കാം. ചരിത്രത്താളുകളിലൂടെ സഞ്ചരിക്കുമ്പോൾ മഹോദയപുരം ആസ്ഥാനമാക്കി ഭരിച്ചിരുന്ന ചേരവംശ കുലശേഖര പെരുമാക്കന്മാരുടെ കാലത്താണ് ഈ ക്ഷേത്രം ഹിന്ദു ക്ഷേത്രമാക്കി മാറ്റി ക്ഷേത്ര നിർമ്മാണം നടത്തിയത് എന്ന് അനുമാനിക്കുന്നു. അതിനു മുൻപ് ഇതൊരു ദ്രാവിഡ ക്ഷേത്രവും പിന്നീട് ബുദ്ധക്ഷേത്രവുമായിരുന്നുവെന്നാണ് ചരിത്രം സൂചിപ്പിക്കുന്നത്. AD 820, 844 കാലഘട്ടങ്ങളിലെ ചേര കുലശേഖര ചക്രവർത്തി ചേരമാൻ പെരുമാൾ നായനാർ എന്ന രാജാതിരാജ രാമവർമ്മശേഖരന്റെ കാലത്തെ ചപ്പേട്, അതായത് ശാസനം, ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ളതാണ്. വാഴപ്പള്ളി ശാസനം എന്നറിയപ്പെടുന്ന ഈ ലിഖിതം കേരളത്തിൽ നിന്നും കിട്ടിയിരിക്കുന്നതിൽ വെച്ച് ഏറ്റവും പുരാതന ലിഖിത രേഖയാണ് എന്ന് ചരിത്രകാരന്മാർ പ്രസ്താവിക്കുന്നു. പരശുരാമനാൽ പ്രതിഷ്ഠിക്കപ്പെട്ടു എന്ന ഐതിഹ്യമുള്ള ക്ഷേത്രത്തിൽ നിത്യവും പരശുരാമ പൂജ നാലമ്പലത്തിൽ അഗ്നികോണിൽ നടത്തുന്നുണ്ടെന്ന പ്രത്യേകത ഈ ക്ഷേത്രത്തിനുണ്ട്. കേരളത്തിലെ 108 ശിവക്ഷേത്രങ്ങളിൽ പ്രാധാന്യമേറിയ വാഴപ്പള്ളി ക്ഷേത്രത്തിലെ മൂർത്തി തിരുവാഴപ്പള്ളിലപ്പൻ, തിരുവാഴപ്പള്ളി ശിവപ്പെരുമാൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. രണ്ടാം ചേര സാമ്രാജ്യത്തിലെ രണ്ടാമത്തെ ചേരരാജാവായിരുന്ന ചേരമാൻ പെരുമാൾ നായനാർ, അതായത് ക്രിസ്തുവർഷം 800-844 കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന അദ്ദേഹം ഉത്തമ ശിവഭക്തനായിരുന്നു. അദ്ദേഹത്തിൻ്റെ സമകാലീനനായിരുന്നു ആദിശങ്കരാചാര്യർ. അദ്ദേഹത്തിൻ്റെ കാലത്താണ് വാഴപ്പള്ളി ക്ഷേത്രം പുതുക്കിപ്പണിത് ക്ഷേത്ര പടിത്തരങ്ങൾ ചിട്ടപ്പെടുത്തിയത്. വർത്തുളാകൃതിയിലുള്ള കരിങ്കൽ ശ്രീകോവിലിൻ്റെ 3 ഭിത്തികൾക്കുള്ളിലായി കിഴക്കോട്ട് ശിവലിംഗ പ്രതിഷ്ഠയ്ക്ക് വേണ്ടിയും പടിഞ്ഞാറേക്ക് പാർവതീ പ്രതിഷ്ഠയ്ക്ക് വേണ്ടിയും ഗർഭഗൃഹം പണിതു. പട്ട ശ്രീകോവിലിനകത്തു തന്നെ തെക്കോട്ട് ദർശനമായി ദക്ഷിണാമൂർത്തിയെയും ഗണപതിയെയും പ്രതിഷ്ഠിച്ചു. നാലമ്പലത്തിനകത്ത് തെക്കിഴക്കേ മൂലയിൽ വലിയ തിടപ്പള്ളിയും ശ്രീകോവിലിൻ്റെ കിഴക്കും പടിഞ്ഞാറും ഭാഗങ്ങളിൽ കുക്കുടാകൃതിയിൽ നമസ്കാര മണ്ഡപങ്ങളും ക്ഷേത്രനടയിൽ വലിയ ബലിക്കല്ലും പണികഴിപ്പിച്ച് നാലമ്പലത്തിന് പുറത്ത് കന്നിമൂലയിൽ ശാസ്താവിനെ പ്രതിഷ്ഠിച്ചു. ക്ഷേത്രതന്ത്രിയായി തരണനെല്ലൂർ പരമ്പരയ്ക്ക് ശേഷം പിന്നീട് ക്ഷേത്രതന്ത്രം 3 ഇല്ലങ്ങളിലായി പിരിഞ്ഞ് ഒഴിക്കാട്ടില്ലം, പറമ്പൂരില്ലം, മേന്മനയില്ലം എന്നിങ്ങനെയായി. നിത്യശാന്തിക്കായി കാസർഗോഡ് സ്വദേശിയായ തുളു ബ്രാഹ്മണ കുടുംബത്തെയും അധികാരസ്ഥാനം നൽകി അവരോധിച്ചു. മേൽശാന്തിയെ കുടശാന്തിയായി വാഴിച്ച് കുടശാന്തി മഠത്തിൽ താമസ സൗകര്യവും ചെയ്തു കൊടുത്തു. ക്ഷേത്രഗോപുരത്തിന് പുറത്ത് കിഴക്ക് വശത്ത് കുടശാന്തി മഠം നമുക്കിന്നും കാണാം. ശിവക്ഷേത്ര പുനഃപ്രതിഷ്ഠാ വേളയിൽ ക്ഷേത്രതന്ത്രിക്ക് പെട്ടെന്ന് മൂത്രശങ്ക അനുഭവപ്പെടുകയും ശിവലിംഗ പ്രതിഷ്ഠയ്ക്കുള്ള ജീവകലശം സമയത്ത് ക്ഷേത്രതന്ത്രിക്ക് അഭിഷേകം ചെയ്യാനാവാതെ വരികയും ചെയ്തു. തന്ത്രി ശരീരശുദ്ധി വരുത്തി ക്ഷേത്രത്തിൽ തിരികെ വരുമ്പോൾ അകത്ത് കലാശക്കൊട്ട് കേട്ട് പുനഃപ്രതിഷ്ഠ കഴിഞ്ഞെന്ന് മനസ്സിലാക്കി. ശിവലിംഗ പുനഃപ്രതിഷ്ഠയും പരശുരാമൻ നടത്തിയെന്നാണ് ഐതിഹ്യം. അതിന് സ്മരണയായി ചേരമാൻ പെരുമാൾ നാലമ്പലത്തിൽ അഗ്നികോണിൽ പരശുരാമനെ കുടിയിരുത്തി. പരശുരാമന് നിത്യേന പൂജയുണ്ട്. ഉപയോഗിക്കാതെ വന്ന ഈ കലശം ഇലവന്തി തീർത്ഥസ്ഥാനത്ത് ഗണപതി സങ്കല്പത്തിൽ പ്രതിഷ്ഠ നടത്തി അഭിഷേകം ചെയ്തു അത്രേ. ആ പ്രതിഷ്ഠാവേളയിൽ നേദിച്ച ഒറ്റയപ്പമാണ് വാഴപ്പള്ളി ഗണപതിയപ്പം എന്ന് പിന്നീട് പ്രസിദ്ധിയാർജിച്ചത്. ഇന്ന് കാണുന്ന ഗണപതി ക്ഷേത്ര സമുച്ചയം ചേരമാൻ പെരുമാളിന്റെ കാലത്താണ് നിർമ്മിച്ചത്. ക്ഷേത്രത്തിൽ പരമശിവനോടൊപ്പം ഗണപതിക്കും കൊടിമരത്തോടു കൂടിയ പ്രത്യേകം ക്ഷേത്രമുണ്ട്. ശിവന്റെ ശ്രീകോവിലിന്റെ പുറകിൽ പാർവതീദേവിക്കും പ്രഥമ സ്ഥാനമുണ്ട്. ക്ഷേത്രത്തിൽ ഉപദേവതകളായി ശ്രീലകത്ത് ഗണപതി, ദക്ഷിണാമൂർത്തി, ധർമ്മശാസ്താവ്, സുബ്രഹ്മണ്യൻ, അത് അദൃശ്യ സങ്കല്പമാണ്. പരശുരാമൻ, നാഗദൈവങ്ങൾ, ബ്രഹ്മരക്ഷസ് എന്നിവരും കൂടാതെ മതിലിന് പുറത്ത് പ്രത്യേകം ക്ഷേത്രങ്ങളിൽ ശ്രീകൃഷ്ണനും നന്ദികേശ്വരനും വാഴുന്നു. മീനമാസത്തിൽ തിരുവാതിര നാളിൽ ആറാട്ടോടുകൂടിയ
10 ദിവസത്തെ ഉത്സവം, കുംഭമാസത്തിൽ ശിവരാത്രി, ചിങ്ങമാസത്തിൽ വിനായക ചതുർത്ഥി, കന്നിമാസത്തിൽ നവരാത്രി എന്നിവയാണ് ക്ഷേത്രത്തിലെ പ്രധാന ആണ്ടുവിശേഷങ്ങൾ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് ഈ മഹാക്ഷേത്രം നിലകൊള്ളുന്നത്.